നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 2018 ജമ്മുവിലെ സഞ്ജുവാൻ ആർമി ക്യാമ്പ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ റിട്ടയർഡ് ബ്രിഗേഡിയറും എമർജൻസി സർവീസ് അക്കാദമിയുടെ മുൻ ഡയറക്ടർ ജനറലുമായ അമീർ ഹംസയെ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ജലം ജില്ലയിലെ ലില്ല ഇന്റർചേഞ്ചിനു സമീപം വെടിവെച്ചു കൊന്ന് അജ്ഞാതർ. 2018 ഇയാൾ ആസൂത്രണം ചെയ്ത ആക്രമണത്തിൽ 6 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയും 12 പേർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അജ്ഞാതരായ തോക്കുധാരികളാൽ കൊല്ലപ്പെടുന്ന സഞ്ജുവാൻ ആക്രമണത്തിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ പാകിസ്ഥാനിയാണ് അദ്ദേഹം. കഴിഞ്ഞ നവംബറിൽ സഞ്ജുവാൻ ഭീകര ആക്രമണത്തിന്റെ സൂത്രധാരനും പാൻ ഇസ്ലാമിക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള മിയാൻ മുജാഹിദ് എന്ന ഖ്വാജ ഷാഹിദിനെ പാക് അധീന കാശ്മീരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ചിലർ അജ്ഞാതർ അവനെ തലയറുത്ത് കൊലപ്പെടുത്തിയതായിരുന്നു. ഈദ് ആഘോഷങ്ങൾക്കായി ഭാര്യ സഫിയ, മകൾ മുസ്കാർ എന്നിവരോടൊപ്പം ചൌക്കാളിലെ മറ്റൊരു മകളെ കാണാൻ കാറിൽ പോവുകയായിരുന്നു ഹംസ. ലില്ല ഇന്റർചേഞ്ചിന് സമീപം അവരുടെ വാഹനം വേഗത കുറഞ്ഞപ്പോൾ 2 മോട്ടോർ സൈക്കിളിലെത്തിയ ആയുധധാരിയായ 4 പേർ പെട്ടെന്ന് കാറിൽ വളഞ്ഞ് വെടിയുതിർക്കുകയായിരുന്നു. ആകാശത്തേക്ക് വെടിവെച്ച് സംഭവ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് ഹംസ കൊലപ്പെട്ടുവെന്ന് ആക്രമികൾ ഉറപ്പാക്കുകയായിരുന്നു. ഹംസ തൽക്ഷണം മരിച്ചു. ഭാര്യയ്ക്കും 21 വയസ്സുള്ള മകൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 2018 ഫെബ്രുവരി 10 ജമ്മുവിലെ സഞ്ജുവാൻ ആർമി ക്യാമ്പിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ചാവേർ സ്ക്വാഡ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 6 സൈനികരും 1 സാധാരണക്കാരനും കൊല്ലപ്പെടുകയും 14 സൈനികരും 5 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 20 പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ 24ലധികം വ്യക്തികളെ അജ്ഞാത തോക്കുധാരികൾ പാകിസ്ഥാനിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്തിയിട്ട് ഇന്ത്യൻ പട്ടാളക്കാരുടെയും സാധാരണക്കാരുടെയും കുടുംബത്തെ അനാഥമാക്കിയിട്ട് പാകിസ്ഥാനിൽ ഭാര്യയുടെയും മകളുടെയും ഒപ്പം സുഖിച്ചു കഴിയുമെന്ന് ഒരുത്തനും കരുതണ്ട. നിങ്ങൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവിടെ വന്ന് തീർത്തിരിക്കും. ഇതൊരു രഹസ്യം പോലുമല്ല, പരസ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈദ് ആഘോഷിക്കണം, ഭാര്യയുടെയും കുട്ടികളുടെയും ഒപ്പം സുഖമായി ജീവിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് തുരിഞ്ഞിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ ഇറങ്ങാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഈദ് ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ പട്ടിയെ പോലെ ചാകാൻ തന്നെയായിരിക്കും വിധി. എല്ലാവരും ഓർത്തിരിക്കുന്നതും കൃത്യമായി മനസ്സിലാക്കുന്നതും നന്നായിരിക്കും.